സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ പൊതു റോഡുകൾ, പാർക്കിംഗ് ഏരിയകൾ, മറ്റ് നിർദ്ദിഷ്ട സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിയമവിരുദ്ധമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കും മറ്റ് വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന വിധത്തിൽ വാഹനങ്ങൾ നിർത്തുന്നവർക്കും എതിരെ നടപടി കടുപ്പിക്കാൻ തീരുമാനം. ഇത്തരം നിയമലംഘനം നടത്തുന്നവർ കനത്ത പിഴ നൽകേണ്ടി വരും. തെറ്റായ പാർക്കിങ്ങിനാണ് പിഴശിക്ഷ ഒടുക്കേണ്ടി വരിക. കൂടാതെ നിയമലംഘനം നടത്തിയ വാഹനങ്ങൾ വിഞ്ചിൽ കയറ്റി കൊണ്ടുപോകുന്നതിനുള്ള ചെലവും വാഹന ഉടമകൾ പിഴത്തുകയ്ക്കൊപ്പം നൽകേണ്ടി വരും. വിവിധ പാർക്കിംഗ് ചട്ടലംഘനങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്ന പിഴസംഖ്യയും അധികൃതർ പുറത്തുവിട്ടു. നിശ്ചിത സമയത്തിലേറെ പെയ്ഡ് പാർക്കിംഗ് വാഹനങ്ങൾ നിർത്തിയിട്ടാൽ 100 റിയാൽ പിഴയടക്കണം. പാർക്കിംഗ് സ്ഥലത്ത് തെറ്റായ ദിശയിൽ നിർത്തിയിടുന്നതിന് 100 റിയാൽ. സാധാരണ പാർക്കിംഗ് സ്ഥലത്ത് അനുവദിച്ച സമയത്തിൽ കൂടുതൽ സമയം പാർക്ക് ചെയ്യുന്നതിന് 100 റിയാൽ. പാർക്കിംഗ് നിരോധിത സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 300 റിയാൽ. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നതിന് 300 റിയാൽ. പെയ്ഡ് പാർക്കിംഗ് ഏരിയ ഫീ നൽകാതെ വാഹനം പാർക്ക് ചെയ്താൽ 200 റിയാൽ. അടിയന്തര ആവശ്യത്തിന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മേഖലയിൽ പാർക്ക് ചെയ്താൽ 900 റിയാൽ. കെട്ടിട അകത്തേക്കും പുറത്തേക്കുമുള്ള പ്രവേശന കവാടങ്ങളിൽ പാർക്ക് ചെയ്യുന്ന പക്ഷം 500 റിയാൽ. പാർക്കിംഗ് സ്ഥലത്ത് അനുമതിയില്ലാതെ തടസ്സമുണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ മാർഗതടസ്സമുണ്ടാക്കി അടച്ചിടുന്നതും സ്വന്തം വാഹനത്തിന് പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം പിടിച്ചുവെക്കുന്നതടക്കമുള്ള നിയമലംഘനങ്ങൾക്ക് 400 റിയാൽ. ഇതുകൂടാതെ നിയമം ലംഘിക്കുന്ന വാഹനങ്ങളെ വിഞ്ചിൽ കയറ്റി കൊണ്ടുപോകുന്നതിനുള്ള ചെലവ് വാഹന ഉടമയിൽ നിന്നും ഈടാക്കും. വലിയ വാഹനങ്ങൾക്ക് 1250 റിയാൽ പിഴയാണെങ്കിൽ കാർ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് 250 റിയാലാണ് പിഴ നൽകേണ്ടി വരുന്നത്. രാജ്യത്ത് 59.5 ഗ്രാം ഭാരമുള്ള അസാധാരണമായ അപൂർവ ഉൽക്കാശില കണ്ടെത്തിയതായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള നേരത്തെ കണ്ടെത്തിയ ഉൽക്കാശിലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2020 ഫെബ്രുവരി 5 ഒമാനിൽ കണ്ടെത്തിയ ഉൽക്കാശിലയുടെ അസാധാരണമായ അപൂർവതയെ അടുത്തിടെ നടത്തിയ ശാസ്ത്രീയ പഠനങ്ങൾ അടിവരയിടുന്നു. ചന്ദ്രന്റെ ഏറ്റവും പുറംപാളിയുടെ സവിശേഷതകളെയും ഘടകങ്ങളെയും കുറിച്ചുള്ള ശാസ്ത്രീയ അറിവുകളെ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന് ഉൽക്കാശിലയുടെ പഠനം സഹായിക്കുമെന്നും പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാനിൽ വ്യക്തിഗത ആദായനികുതി ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് കരട് നിയമം സ്റ്റേറ്റ് കൗൺസിലിന് മജ്ലിസ് ഷൂറ കൈമാറി. വ്യക്തികളുടെ മേലിലുള്ള ആദായനികുതി സംബന്ധിച്ച കരടിന്മേൽ നിയമനിർമ്മാണം പൂർത്തിയാക്കുന്നതിന് സ്റ്റേറ്റ് കൗൺസിലിന് കൈമാറിയിരിക്കുകയാണ്. മജ്ലിസ് ഷൂറ ചെയർമാൻ ഖാലിദ് ബിൻ ഹിലാൽ അൽ മൗവലിയുടെ നേതൃത്വത്തിൽ നടന്ന 10ാമത് ഷൂറ സെഷനിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിലെ തൊഴിലധിഷ്ഠിത സാങ്കേതിക പരിശീലനങ്ങൾ, സൊഹറിലെ മൊത്തവിതരണ വിപണി സ്ഥാപിക്കൽ തുടങ്ങിയ വിഷയങ്ങളും മജ്ലിസ് ഷൂറ സെഷനിൽ ചർച്ച ചെയ്തു. വിദ്യാഭ്യാസ, ശാസ്ത്ര, ഗവേഷണ, ഇന്നൊവേഷൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും സെഷനിൽ ചർച്ചയായി. രാജ്യത്ത് വ്യക്തിഗത ആദായനികുതി ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നേരത്തെയും ചർച്ചകൾ ഉയർന്നിരുന്നു എങ്കിലും കഴിഞ്ഞ വർഷം നികുതി നിലവിൽ ഏർപ്പെടുത്തില്ലെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയായിരുന്നു. എന്നാൽ വിഷയം മജ്ലിസ് ഷൂറ ചർച്ച ചെയ്യുകയും നിയമനിർമ്മാണത്തിനായി സ്റ്റേറ്റ് കൗൺസിലിനെ കൈമാറുകയും ചെയ്യുന്ന ഘട്ടത്തിൽ നികുതി സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കും. ആദായനികുതിയിൽ വിശദ പഠനങ്ങൾക്ക് ശേഷം മാത്രമാകും സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുക. റൂവി സുൽത്താൻ ഖാബൂസ് മസ്ജിദിന് പിൻവശത്തെ പ്രധാന പാതയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. സമീപത്തെ വാദിയിൽ നിന്നും വെള്ളപ്പാച്ചിലിൽ നിന്നും ജലമൊഴുകിയെത്തുന്നതിനാൽ ഇവിടെ കുഴികളും വെള്ളക്കെട്ടും സ്ഥിരം കാഴ്ചയായിരുന്നു. മഴയെത്തിയാൽ സ്ഥിതി കൂടുതൽ ദുരിതമാകും. ഇത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് മാസങ്ങൾക്ക് മുമ്പ് നവീകരണത്തിന് നഗരസഭ തുടക്കം കുറിച്ചത്. എന്നാൽ റോഡ് ഉയർത്തുകയും താഴ്ഭാഗത്തുകൂടി വെള്ളമൊഴുകുന്നതിന് പ്രത്യേകം ചാലൊരുക്കുകയും ചെയ്തു എങ്കിലും റോഡിൽ വെള്ളം നിൽക്കുന്ന സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. 100 കണക്കിന് ആളുകൾ ഓരോ മണിക്കൂറിലും ഉപയോഗപ്പെടുത്തുന്ന പ്രധാന പാതയാണിത്. എന്നാൽ വീണ്ടും വെള്ളം ഒഴുകിയെത്തുകയും റോഡ് പൊളിയുകയും ചെയ്യുന്ന സ്ഥിതിയിൽ ഇവിടെ സ്ഥിരം പരിഹാരം കാണണമെന്ന ആവശ്യം ഡ്രൈവർമാരും സമീപത്തെ വ്യാപാരികളും താമസക്കാരും ആവശ്യപ്പെട്ടിരുന്നു. നിരവധി കടകളും താമസക്കാരുമാണ് സമീപത്തുള്ളത്. ആദ്യമായി ഈ വഴിയിൽ എത്തുന്നവർക്ക് കുഴികളും വെള്ളക്കെട്ടുകളും അപകടങ്ങൾക്കിടയാക്കുന്ന സാഹചര്യവുമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ സ്ഥിരപരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് മസ്കറ്റ് നഗരസഭ അധികൃതർ. അതേസമയം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ വെള്ളക്കെട്ടുകൾ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്.
സീബ് വിലായത്തിൽ പുതിയ മത്സ്യകൃഷി പദ്ധതി കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം പ്രഖ്യാപിച്ചു. 30 ദശലക്ഷം റിയാൽ ചെലവിൽ 7 കിലോമീറ്റർ കടൽ തീരത്തോട് ചേർന്ന് 152.15 ഹെക്ടർ സ്ഥലത്താണ് പദ്ധതി ഒരുക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ 5000 ടൺ മത്സ്യം വരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പ്രാദേശിക ആവശ്യത്തിനനുസരിച്ച് 10,000 ടൺ വരെയാക്കി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. യുണൈറ്റഡ് ഫിഷ് ഫാമിംഗ് കമ്പനിയാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഭക്ഷ്യമേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് സീബിൽ ഒരുക്കുന്ന മത്സ്യകൃഷി പദ്ധതി. ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ എംബസി പരിസരത്ത് ആരംഭിക്കും. 4 മണിക്ക് അവസാനിക്കും. അംബാസിഡർ അമിത് നാരംഗ് പങ്കെടുക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് പരാതികൾ ബോധിപ്പിക്കുന്നതിനും വിവിധ വിഷയങ്ങളിൽ എംബസിയുടെ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും അവസരമൊരുക്കും. അതേസമയം ഓപ്പൺ ഹൗസിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് 98282270 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമുണ്ട്. ഓപ്പൺ ഹൗസ് സമയത്ത് ഇവരെ എംബസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു. അന്താരാഷ്ട്ര സെക്ടറുകളിലേക്ക് കൂടുതൽ സർവീസുകളുമായി ഒമാന്റെ ബജറ്റ് എയർലൈനായ സലാം എയർ മസ്കറ്റിൽ നിന്നും മദീനയിലേക്ക് ജൂലൈ 1 മുതൽ സർവീസ് നടത്തുമെന്ന് കമ്പനി വൃത്തം സൂചിപ്പിച്ചു. ആഴ്ചയിൽ 2 ദിവസങ്ങളിലായിരിക്കും ഇരുഭാഗങ്ങളിലേക്കുമുള്ള സർവീസുകൾ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മസ്കറ്റിൽ നിന്നും പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം 3:20 മദീനയിലെത്തും. വൈകുന്നേരം 4:20 മദീനയിൽ നിന്നും പുറപ്പെട്ട് ഒമാൻ സമയം 8:20 മസ്കറ്റിലെത്തും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:40 മസ്കറ്റിൽ നിന്നും പുറപ്പെടുന്ന വിമാനം ഉച്ചയ്ക്ക് 2:30 മദീനയിലെത്തും. ഉച്ചയ്ക്ക് 3:30 മദീനയിൽ നിന്നും പുറപ്പെട്ട് 5:30 മസ്കറ്റിൽ ലാൻഡ് ചെയ്യും. ആദ്യ ദിവസങ്ങളിൽ മസ്കറ്റിനും മദീനയിലേക്കും 56 റിയാലും മദീനയിൽ നിന്നും മസ്കറ്റിലേക്ക് 62 റിയാലുമാണ് ടിക്കറ്റ് നിരക്കുകൾ. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, യൂറോപ്യൻ നഗരങ്ങളിലേക്കുള്ള സർവീസുകളും വർദ്ധിപ്പിച്ചു വരികയാണ്. മസ്കറ്റിനും ന്യൂഡൽഹിയിലേക്കും അടുത്ത മാസം 2 മുതൽ സർവീസ് ആരംഭിക്കും. മസ്കറ്റിനും ചെന്നൈക്കുമിടയിൽ അടുത്ത മാസം 11 മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് നേരത്തെ സലാം എയർ പ്രഖ്യാപിച്ചിരുന്നു. ഈജിപ്തിലെ കെയ്റോയിലേക്ക് സർവീസ് ജൂൺ 15 ആരംഭിച്ചത്. മവേല പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റിൽ റീറ്റെയിൽ വ്യാപാരം തുടരുമെന്ന് മസ്കറ്റ് നഗരസഭ അറിയിച്ചു. നിലവിലെ രൂപത്തിൽ തന്നെ ചെറുകിട കച്ചവടം തുടരുന്നതിന് വ്യാപാരികൾക്ക് അനുമതി നൽകി. ശനി മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ പുലർച്ചെ 6 മുതൽ രാത്രി 10 മണി വരെയാകും മാർക്കറ്റ് പ്രവർത്തിക്കുക. ചെറിയ വാഹനങ്ങൾക്ക് ഗേറ്റ് നമ്പർ 2 വഴി മാർക്കറ്റിലേക്ക് പ്രവേശിക്കാമെന്നും നഗരസഭ കൂട്ടിച്ചേർത്തു. മവേലയിൽ റീറ്റെയിൽ മാർക്കറ്റ് തുടർന്നും നിലവിലെ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഉപഭോക്താക്കൾക്കും ഗുണകരമാകും. മസ്കറ്റിലെയും പരിസരങ്ങളിലെയും ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾക്കും നഗരസഭാ തീരുമാനം ആശ്വാസം നൽകുന്നതാണ്.